ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇവളാണ് എൻ്റെ സോൾമേറ്റ്. ഇനി ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത്യാവശ്യം എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും അല്ലേ, എൻ്റെ സോൾമേറ്റിനെ ഞാൻ എങ്ങനെയൊന്ന് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയൊന്ന് മനസ്സിലാക്കും? ചില കാര്യങ്ങളൊക്കെ ഒരേപോലെ വരുമ്പോൾ ഓർക്കും, ഇവളാണ് എൻ്റെ സോൾമേറ്റ്. എന്നാൽ ഒരൊറ്റ കാര്യം കൊണ്ടൊന്നും ആർക്കും ആരുടെയും സോൾമേറ്റിനെ ഒന്നും കണ്ടെത്താൻ പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു 7 ടിപ്സ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടീനെ കണ്ട് നിങ്ങൾ പരിചയപ്പെട്ടു. അങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഗോൾസ് എല്ലാം ഒരേപോലെയാണെന്ന്. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം ഗോൾസ് ഒക്കെ ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ട്രിപ്സ് ഒക്കെ പോകാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നോവൽസ് ഒക്കെ വായിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമുള്ളവരാണ്, അല്ലെങ്കിൽ ഹൊറർ മൂവീസ് ഇഷ്ടമാണ്. അങ്ങനെ ഒരേപോലത്തെ ഗോൾസും ഒക്കെ ആയിട്ട് നടക്കുന്നവരാണ് എങ്കിൽ അത് ഇതിൻ്റെ ഒരു സൈനാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ അങ്ങോട്ട് ഫീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഇഷ്ടം. നേരത്തെ നിങ്ങൾക്ക് ഒരു പരിചയമുള്ള പോലെ തന്നെ നിങ്ങൾക്ക് തോന്നുകയാണ്. അതായത് നിങ്ങളിപ്പോൾ ആദ്യമായിട്ടൊരു പെൺകുട്ടീനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇവളെ ഞാൻ നേരത്തെ എവിടെയോ വെച്ച് പരിചയപ്പെട്ട പോലെ, അല്ലെങ്കിൽ എനിക്ക് എന്തോ ആത്മബന്ധം ഉള്ളതുപോലെ ഒരു ഫീല് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു കുട്ടി നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്നതാണ്. അതായത് നിങ്ങൾ തമ്മിൽ ഇതിന് മുമ്പ് വലിയ പരിചയമൊന്നുമില്ല, ഒരിടത്തും വെച്ച് കണ്ടിട്ടുമില്ല. ആദ്യമായിട്ട് നിങ്ങൾ ആ ഒരു കുട്ടീനെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്, ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് എനിക്ക് ഇവളോട് ഇത്ര അട്രാക്ഷൻ തോന്നുന്നത്? കാരണം നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടീനെ കാണുമ്പോഴത്തേക്കും അവളുടെ അടുത്ത് പോയി ഇരിക്കാനും അവളോട് മിണ്ടാനും എന്തോ മുൻ പരിചയമുള്ള പോലെയൊക്കെ തോന്നുകയാണ്. അതായത് ഒരു പരിചയമില്ലാത്ത ഒരു പെൺകുട്ടീനെ കണ്ടിട്ടും നിങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നുകയാണ്. എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അവളോടൊരു സ്നേഹം വരികയാണ്. പ്രത്യേകിച്ച് ഒരു കാരണങ്ങളുമില്ല, അവൾ നിങ്ങളൊന്ന് നോക്കുന്ന പോലുമില്ല. ആദ്യ കാഴ്ചയിൽ നിങ്ങൾക്ക് അവളോടൊരു സ്നേഹവും ഒരു കരുതലും ഒരു വാത്സല്യവും ഒക്കെ തോന്നുകയാണ്. അവളോടൊന്ന് മിണ്ടാനും അവളുടെ അടുത്ത് പോയിട്ട് ഒന്ന് സംസാരിക്കാനും അങ്ങനെ വല്ലാത്തൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിലും ഇതൊരു നല്ല ലക്ഷണം തന്നെയാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഈ 2 കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, ഇനിയുണ്ട് കേട്ടോ. അതെന്താണെന്ന് നോക്കാം. അതായത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് ആ ഒരു പെൺകുട്ടി ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതും നല്ലൊരു സൈൻ തന്നെയാണ്. അതായത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതും നല്ലൊരു ലക്ഷണമായിട്ടാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, പാസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക എന്നതാണ്. അതായത് നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ടാവുമല്ലോ, ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ലൈഫിലേക്ക് എടുത്തിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് വഴക്കിടാതെ മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ലക്ഷണം തന്നെയാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്വപ്നം കാണുകയാണ്. അതായത് നിങ്ങൾ ഡെയിലി ഒരാളെ തന്നെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിനെ കുറിച്ച് എപ്പോഴും ഓർക്കുന്നത് കൊണ്ടാവാം. എന്നിരുന്നാൽ പോലും നിങ്ങൾ ആ ഒരു പെൺകുട്ടീനെയാണ് എപ്പോഴും ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്നത്. ആ ഒരു പെൺകുട്ടിയായിട്ട് നിങ്ങൾ ട്രിപ്പ് പോകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കാൻ വേണ്ടി പോകുന്നതാവാം. നിങ്ങളുടെ സ്വപ്നത്തിൽ എപ്പോഴും ആ ഒരു പെൺകുട്ടി കടന്നു വരുന്നുണ്ടെങ്കിൽ അതും ഒരു സോൾമേറ്റിൻ്റെ ലക്ഷണമാണ്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുവാണ് അവളുമായിട്ട് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവളുമായിട്ട് എനിക്ക് ഒരുപാട് സംസാരിച്ചിരിക്കണം. എന്നിട്ട് നിങ്ങൾ അവരെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അവർക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. ആക്ച്വലി നിങ്ങൾക്ക് അങ്ങനെ മിണ്ടണമെന്നോ നിങ്ങളുടെ ഉൾമനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും വരികയാണ്, എനിക്ക് അവളോട് മിണ്ടണം, അല്ലെങ്കിൽ അവളുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ എപ്പോഴും ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് നിങ്ങൾക്ക് എപ്പോഴും മിണ്ടാൻ ഒരു താല്പര്യം വരുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു സോൾമേറ്റിൻ്റെ ഒരു നല്ല ലക്ഷണം തന്നെയാണ്. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ നിങ്ങളുടെ മൈൻഡ് ഫുള്ള് പോയിരിക്കുകയാണ്. ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു പെൺകുട്ടീനെയാണ് ഓർമ്മ വരുന്നത്. അതായത് നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിയുടെ കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സമാധാനം കിട്ടും. അതായത് ആ ഒരു പെൺകുട്ടീനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സമാധാനം കിട്ടുകയാണ്. അതായത് ആ ഒരു പെൺകുട്ടീനെ കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മറന്നിട്ട് നിങ്ങൾക്ക് ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ സോൾമേറ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ആ ഒരു പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആ പേജിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേഷൻഷിപ്പ് ഉള്ളവർക്ക്, റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.